എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. ചർച്ചാക്റ്റിനെ കുറിച്ചാണ് എന്നോട് പറയാൻ പറഞ്ഞിരിക്കുന്നത്. സഭയിൽ നീതിയും ധർമ്മവും നടപ്പാകണമെന്നും സമത്വം നിലനിൽക്കണമെന്നും ആഗ്രഹിച്ച് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ലോകം കണ്ട ഏറ്റവും നീതിമാനായ മനുഷ്യന്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ ഞാൻ അഭിവാദ്യം അർപ്പിക്കുന്നു. പലപ്പോഴും പുരോഹിതർ അല്ലെങ്കിൽ പൗരോഹിത്യം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ചർച്ച് ആക്ട് എന്ന് പറയുന്നതിനെ കുറിച്ച്. ചർച്ച് ആക്ട് സഭയുടെ അടിത്തറയ്ക്ക് ശൈഥില്യമുണ്ടാക്കുമെന്ന് പറയുന്ന നിരവധി അല്ലെങ്കിൽ വാദിക്കുന്ന പ്രസംഗിക്കുന്ന നിരവധി പുരോഹിതരെയും മെത്രാന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അവരെ ഒരു വാഗ്വാദത്തിന് ഞാൻ ക്ഷണിച്ചിട്ടുമുണ്ട്. അവരിൽ കൃത്യമായി ചർച്ച് ആക്ടിനെ പറ്റി പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞയച്ച് ഇതിലെ നന്മതിന്മകൾ നമുക്ക് വേർതിരിച്ച് തീരുമാനിക്കാമെന്ന്. പക്ഷേ അത്തരം വെല്ലുവിളികളെ നേരിടാനൊന്നും സഭ പൗരോഹിത്യം ഒരിക്കലും തയ്യാറായിട്ടില്ല. ഇന്ന് വരെ 2009 ചർച്ച് ആക്ട് തുടങ്ങുന്നതെന്നറിയാം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 2021 ചർച്ച് ആക്ടാണ്. പക്ഷെ ചർച്ച് ആക്ടിന്റെ അടിസ്ഥാന ശില കിടക്കുന്നത് 2009 തന്നെയാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്കത് പറയാൻ വലിയ താല്പര്യമുണ്ട്. കാരണം ഈ നിയമം രൂപീകരിക്കപ്പെട്ടത് അതിനൊരു ചരിത്രമുണ്ട്. ഒരു മിനിറ്റ് അതൊന്ന് പറഞ്ഞേക്കാം. കേരളത്തിലെ ക്രൈസ്തവ സഭയിൽ സമത്വം എന്ന വാക്കില്ല, ജനാധിപത്യം എന്ന വാക്കില്ല, പങ്കാളിത്തം എന്ന വാക്കില്ലാതെ വരുന്നപ്പോൾ നിരവധി പ്രസ്ഥാനങ്ങളും നിരവധി വ്യക്തിത്വങ്ങളും സഭയുടെ അനീതിക്കെതിരെ വലിയ പ്രചാരണങ്ങളും ഫൈറ്റുകളും നടത്തിയിരുന്നു. അന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാന ഒരു വിഷയം ഇന്ത്യൻ ഭരണഘടനയുടെ 26-ാം വകുപ്പ് അനുസരിച്ച് രാജ്യത്തെ എല്ലാ മതങ്ങൾക്കും അവരുടേതായ സമ്പത്ത് സമ്പാദിക്കാനും നിലനിർത്താനും അത് മറ്റു രീതിയിൽ ചിലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ വകുപ്പിന്റെ ഡി ക്ലോസിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അക്കോർഡിംഗ് ടു ലോ, നിയമത്തിന് വിധേയമായി നടത്തണമെന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലാ മതങ്ങളും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിധേയമായി അവരവരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രൈസ്തവ സഭ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അതിന് വിരുദ്ധമായൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. കത്തോലിക്ക സഭ വത്തിക്കാന്റെ നിയമമാണ്, കാനോൺ നിയമമാണ് ഞങ്ങളുടെ അടിസ്ഥാന നിയമം എന്ന് പറയുകയും ഇന്ത്യൻ ഭരണഘടനയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തുകൊണ്ട് അവരുടേതായ നിലപാട് സ്വീകരിക്കുന്നു. രാജ്യത്തെ ഒരു കോടതിയും ഒരു ഭരണാധികാരിയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും ഒരിക്കലും ഇക്കാര്യം ചോദ്യം ചെയ്തിട്ടില്ല എന്നുള്ളത് മതങ്ങളുടെ ശക്തി തെളിയിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുമ്പോഴാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ യേശു വിഭാവനം ചെയ്ത സമത്വം ഉണ്ടാവണമെന്ന് പലരും ചർച്ച ചെയ്തത്. ഞങ്ങളെപ്പോലുള്ള സംഘടനകളൊക്കെ ആരംഭിച്ചത് പോലും ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ 2007 ഞാൻ ആരംഭിക്കുന്നത്. അന്ന് തുടങ്ങിയത് പോലും സഭയുമായുള്ള മൽപ്പിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ കാലഘട്ടത്തിലാണ് ജസ്റ്റിസ് KT തോമസും അതുപോലെ തന്നെ ഇന്ന് ജീവിച്ചിരിക്കാത്ത മഹാനായ ജോസഫ് പുലിക്കുന്നേലും നോടും ഞങ്ങളെപ്പോലുള്ളവരൊക്കെ ആവശ്യപ്പെടുന്നത് ഒരു നിയമം വേണം. കത്തോലിക്ക സഭയുടെ
അതിന് ശരിയായ നിയമപരിവേഷം നൽകിയത് KT തോമസ് ആയിരുന്നു. ആ ചർച്ച് ആക്ടിന്റെ ഒരു കോപ്പിയുമായി എറണാകുളത്ത് അന്ന് 2009 നിയമപരിഷ്കരണ സമിതി ഉണ്ടാക്കിയപ്പോൾ അന്ന് ആ നിയമപരിഷ്കരണ സമിതിയുടെ രണ്ടാമനായിരുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. ഒന്നാമൻ ജസ്റ്റിസ് കൃഷ്ണയ്യരായിരുന്നു. ഞങ്ങള് അന്ന് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് വർഗീസ് പറമ്പിലുണ്ട്, ലാലൻ തറക്കലുണ്ട്, ഞങ്ങളൊക്കെ കൂടി അദ്ദേഹത്തെ ചെന്ന് കണ്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ കൃഷ്ണയ്യർ ഞെട്ടുകയായിരുന്നു. ക്രൈസ്തവ സഭയ്ക്ക് ഇന്നുവരെ നിയതമായ ഒരു വഴിയില്ലാതെയാണോ സമ്പത്തിന്റെ ഭരണം നടത്തുക എന്ന്. അന്ന് അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഇത് അടുത്ത നിയമസഭയിൽ അവതരിപ്പിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, തീർച്ചയാണെന്ന് പറഞ്ഞു. 2009 നവംബർ മാസത്തിൽ, ഇതേ മാസത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതാനന്ദന് കൃഷ്ണയ്യരും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളൊക്കെ ചേർന്ന് ചർച്ച് ആക്ടിന്റെ ഒരു കരടിന് സമർപ്പിച്ചു. അന്ന് പറഞ്ഞിരുന്നത് ഉടനെ തന്നെ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് നിയമമാക്കുമെന്ന്. പക്ഷേ അന്ന് തുടങ്ങിയതാണ് കേരളത്തിലെ പൗരോഹിത്യത്തിന്റെ എതിർപ്പ്. കത്തോലിക്ക സഭയുടെ അടിസ്ഥാനം ചിതറിക്കാനുള്ള സഭയുടെ സമ്പത്ത് രാഷ്ട്രീയക്കാരുടെ കൈകളിൽ എത്തിക്കാനുള്ള ഗൂഢശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് പറഞ്ഞായിരുന്നു എതിർപ്പ്. അന്ന് ഏറ്റവും അടിസ്ഥാനപരമായി ഇവർ നിയമമുണ്ടാക്കിയപ്പോൾ ശ്രദ്ധിച്ചത് ദേവസ്വം ബോർഡിലും വഖഫ് ബോർഡിലുമുള്ള പോലെയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ ഇതിലുണ്ടാവാതിരിക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടായിരുന്നു. വളരെ വ്യക്തമായി അതെല്ലാം അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതൊക്കെ പറഞ്ഞോ ഇല്ലെന്ന് എനിക്കറിയില്ല. അങ്ങനെ അത് അവിടെ സഭ, പൗരോഹിത്യം, കത്തോലിക്ക സഭ, ബാക്കി ക്രൈസ്തവരല്ലായിരുന്നു, കത്തോലിക്ക സഭ അതിശക്തമായി അതിനെതിരെ രംഗത്ത് വരികയും ചർച്ച് ആക്ട് അന്ന് ഫ്രീസറിൽ കയറുകയും ചെയ്തു. വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞു, നിരവധി പ്രക്ഷോഭങ്ങൾ നടന്നു. യാക്കോബായ സഭയുടെ നേതൃത്വത്തിൽ 1.5 ലക്ഷം പേർ പങ്കെടുത്ത ഒരു റാലി തിരുവനന്തപുരത്ത് 2019 നടന്നു. പിണറായി വിജയന് കല്ലിന് കാറ്റുപിടിച്ച അവസ്ഥയായിരുന്നു. 2011 ഈ വിഷയം അദ്ദേഹത്തോട് മുഖാമുഖം ഇരുന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. 2011 അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ്. അപ്പൊ അദ്ദേഹം ഇതിൽ താല്പര്യം തോന്നിയിട്ട് അന്നത്തെ LDF കൺവീനർ വൈക്കം വിശ്വനും പിന്നെ മരിച്ചുപോയ കൊടിയേരിയെ വിളിച്ചിരുത്തി ഈ വിഷയം ഞാൻ പറയുന്നത് കേൾപ്പിച്ചു. 45 മിനിറ്റ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹത്തോട്. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഇത് നടപ്പിലാക്കണം, പക്ഷെ ഇപ്പോഴല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആക്കുമെന്ന് പറഞ്ഞു. അന്നത് സംഭവിച്ചില്ല, കാരണം ഭരണത്തിൽ വന്നില്ല. 2016 വീണ്ടും LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അന്ന് എനിക്ക് സഞ്ചരിക്കാൻ നിർവാഹമില്ലാത്ത ഒരു കിടപ്പ് രോഗിയായിരുന്നു. എന്റെ പ്രതിനിധികൾ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അന്ന് പിണറായി വിജയൻ മറ്റൊരാളായിരുന്നു. പിന്നീട് അദ്ദേഹം കത്തോലിക്ക സഭയിലെ മെത്രാന്മാർക്ക് കീഴ്വഴങ്ങുകയാണ് ചെയ്തത്. ചർച്ച് ആക്ട് എന്നൊരു സംഭവത്തെ കുറിച്ച് അദ്ദേഹം കേൾക്കുന്നില്ല. വീണ്ടും 2021 ജസ്റ്റിസ് KT തോമസ് തന്നെ നിയമപരിഷ്കരണ കമ്മിറ്റി ചെയർമാനായപ്പോഴാണ് വീണ്ടും ചർച്ച് ആക്ട് എന്നുള്ള വിഷയം പൊങ്ങി വരുന്നത്. അദ്ദേഹവും പിണറായി സർക്കാരിന്റെ മുന്നിൽ ഇത് അവതരിപ്പിച്ചിട്ട് എന്തുണ്ടായി എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യണ്ട, എന്തുണ്ടാകും എന്നതിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യണ്ട. പക്ഷേ ഇത്തരം ഒരു നിയമത്തിന്റെ പ്രസക്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് കത്തോലിക്ക സഭയ്ക്കോ ക്രൈസ്തവ സഭകൾക്കോ എതിരാണ് എന്നുള്ള വാദത്തെ ആദ്യമേ തന്നെ ഒറ്റ വാചകത്തിൽ ഖണ്ഡിക്കാം. സഭയുടെ പ്രബോധനങ്ങളുടെ ഒരു പ്രാവർത്തികത മാത്രമാണ് ചർച്ച് ആക്ട്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഓർക്കുന്നില്ലേ? പറഞ്ഞു കേട്ട അറിവെങ്കിലും ഉണ്ടാവും. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ
സഭയിൽ സമൂല മാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു നീക്കമാണ് ജോൺ 23-ാം മാർപ്പാപ്പ 1962 വിളിച്ചു ചേർത്ത സിനഡ്. അത് 65 വരെ നീണ്ടു. 4 വർഷങ്ങളിലായി 4 സെഷനുകളിലായി നടന്ന സഭ സിനഡ് ജോൺ പോൾ ആറാമനാണ് കൺക്ലൂഡ് ചെയ്തത്. ആ സിനഡ് പറയുന്നത് എന്താണ്? ആ സിനഡിന്റെ ഏറ്റവും മുഖ്യ പ്രഖ്യാപനം അൽമായരുടെ സഭയിലെ സമത്വമായിരുന്നു. അൽമായരും മറ്റു വിഭാഗങ്ങളും തമ്മിലുള്ള സമത്വമായിരുന്നു. അന്ന് വരെ 62 വരെ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു പിരമിഡിന്റെ രൂപത്തിലായിരുന്നു. ഏറ്റവും മുകളിൽ പോപ്പ്, അതിൻ്റെ താഴെ കർദിനാൾമാർ, അതിൻ്റെ താഴെ മെത്രാന്മാർ, അതിൻ്റെ താഴെ സാധാരണ ഡൊമസ്റ്റിക് പുരോഹിതന്മാർ, അതിൻ്റെ താഴെ സന്യസ്തർ, അതിൻ്റെ താഴെ കന്യാസ്ത്രീമാർ, ഏറ്റവും താഴെ അടിമകളെ പോലെ അൽമായരും. ഇവർക്കാർക്കും മുകൾ തട്ടിലേക്കൊരു പ്രവേശനം ഉണ്ടാവണമെങ്കിൽ ഈ തട്ടുകളെ കടന്നു പോകാൻ സാധിക്കില്ലായിരുന്നു. 62 സിനഡ് ഒരു മാറ്റം പ്രഖ്യാപിച്ചു. സഭ ഇനി മുതൽ പിരമിഡിക്കൽ രൂപത്തിലായിരിക്കില്ല. സഭ ഇനി വൃത്താകൃതിയായിരിക്കും. പോപ്പ് കേന്ദ്രീകൃതമായി സെൻട്രൽ പോയിന്റ് പോപ്പും ഓരോ വിഭാഗങ്ങളും കർദിനാളായാലും അച്ഛനായാലും അൽമായരായാലും ഓരോ സെക്റ്റായി തിരിക്കുന്നു. ആ സെക്റ്റുകൾ പോപ്പിലേക്ക് ഒരേപോലെ തുല്യ പ്രാധാന്യത്തോടു കൂടി ബന്ധപ്പെടുന്നു. എല്ലാവരും ഒരുപോലെ, കർദിനാളിനാണെങ്കിലും എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും സഭയിൽ ഒരേ അവകാശം എന്ന പ്രഖ്യാപനമാണ് 2-ാം വത്തിക്കാൻ കൗൺസിൽ നടത്തിയത്. പക്ഷെ എന്തുണ്ടായി? 2-ാം വത്തിക്കാൻ കൗൺസിൽ കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? ഇത് 2025, 60 കൊല്ലം കഴിഞ്ഞു. 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ലോകത്തെ മുഴുവൻ മെത്രാന്മാരും ഒരുമിച്ച് ചേർന്നിരുന്നെടുത്ത തീരുമാനം വെള്ളത്തിൽ വലിച്ചവരെയാണ്. ആ 2 പോപ്പുമാരും അവർ വിഭാവനം ചെയ്ത ലക്ഷ്യങ്ങൾ സഭയിൽ നടപ്പാകുന്നില്ല. ആ വത്തിക്കാൻ കൗൺസിലിന്റെ പ്രബോധനങ്ങളാണ് ഇതിലൂടെ നടപ്പാവുന്നത്. വത്തിക്കാൻ കൗൺസിൽ അന്ന് പറഞ്ഞു, അൽമായരെന്ന് പറഞ്ഞ് അൽമായർക്ക് വിവരദോഷികളെന്നൊരു അർത്ഥം കൂടിയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അൽമായരെന്ന് പറഞ്ഞ് തള്ളിക്കളിയാവുന്നതല്ല സഭയുടെ വിശ്വാസ സമൂഹം. അവർ ഇനി മുതൽ ദൈവജനം എന്നറിയപ്പെടുമെന്നാണ് വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞത്. ദൈവജനം. പക്ഷെ ഇന്നും പൗരോഹിത്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളും അത് കേട്ട് പറയുന്നത് അൽമായർ എന്നാണ്. ദൈവജനമാണ് നമ്മൾ. ആ ദൈവജനത്തിന് ഏറ്റവും ചുരുങ്ങിയത് സഭാജനം എന്നെങ്കിലും പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ കാണിച്ചില്ലെങ്കിൽ ഈ ചർച്ചാക്ട് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇവിടെ ഒന്നും സംഭവിക്കില്ല. അതിൽ ചങ്കുറപ്പുള്ള 10 പേര് മതി. ഈ ലോകം ഒരിക്കലും വലിയ ആൾക്കൂട്ടങ്ങളല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഒറ്റപ്പെട്ട വ്യക്തികളും ചെറിയ ചെറിയ കൂട്ടങ്ങളുമാണ്. യേശു ഉൾപ്പെടെ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെ വന്നത് 12 പേര് മാത്രമാണ്. ആ 12 പേര് ഇന്നും വർദ്ധിച്ചതാണ്. വലിയ വലിയ ആൾക്കൂട്ടങ്ങൾ, ജനക്കൂട്ടങ്ങൾ. അത് ഒരു ഭരണകൂടത്തെ തകർക്കുവാനും അന്നുണ്ടായിരുന്ന, ഇന്ന് നിലനിൽക്കുന്ന, അത് തന്നെ ഞാൻ പറയുന്നു, ഇന്നും അത് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ക്രൈസ്തവ സഭയുടെ ഒരു വലിയ സിംബലായ അന്നത്തെ സഭയെ തകർക്കാനായി രംഗത്ത് വന്നപ്പോൾ അവർ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുകയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്തപ്പോഴും അദ്ദേഹം മരണശേഷമാണ് കൂടുതലായി ശക്തി പ്രാപിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം. ലോകം മുഴുവനും
പണ്ട് ചുരുങ്ങിയ സ്ഥലങ്ങളിൽ പ്രചരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ലോകം മുഴുവനും പ്രചരിക്കാനുള്ള സാഹചര്യമുണ്ടായി. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ചർച്ച് ആക്ടിലേക്ക് മാത്രം ഞാൻ തിരിഞ്ഞു വരികയാണ്. എന്താണ് ചർച്ച് ആക്ട് വന്നാൽ സംഭവിക്കാൻ പോകുന്നത്, ഇന്നത്തെ സഭയിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ചുരുക്കി പറയാം. അതിലേക്ക് മാത്രം ഞാൻ കടക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ തുല്യതയുടെ പ്രാവർത്തികത, അതാണ് മുഖ്യം. സഭയിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളൊരു തോന്നലുണ്ടാകും. ഇന്ന് ക്രൈസ്തവ സഭയിൽ, കത്തോലിക്കൽ മാത്രമല്ല, കത്തോലിക്ക സഭ കുറച്ച് കൂടുതലാണെന്ന് മാത്രം. അതേസമയം മാർത്തോമ സഭയിലാണെങ്കിലും ഓർത്തഡോക്സ് സഭയിലാണെങ്കിലും കുറെ കൂടി വ്യത്യാസമുണ്ട്. അവിടെ കുറെ കൂടി സാധാരണ സഭാജനങ്ങൾക്ക് പങ്കാളിത്ത സ്വഭാവം ലഭ്യമാവുന്നുണ്ട്. പക്ഷെ കത്തോലിക്ക സഭയിലെ 3 വിഭാഗങ്ങളിലും അത്തരമൊരു സംഭവം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഇടങ്ങളിൽ കൃത്യമായ കാര്യങ്ങൾ നടപ്പാകാനുള്ള സാധ്യതയുണ്ടാകും. ഇതിന് മറുയുക്തിയായിട്ട് ഒരിക്കൽ പോൾ തേലക്കാട്ടിലച്ചൻ ഒരു സെമിനാറിൽ വെച്ച് എന്നോട് തർക്കിച്ചതാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ചർച്ച് ആക്ടിൽ പറയുന്നത് പോലെയുള്ള ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയുള്ള സമിതികൾക്ക് പകരം ഇപ്പോൾ പാസ്റ്ററൽ കൗൺസിൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് പാസ്റ്ററൽ കൗൺസിൽ? എന്താണ് പാരിഷ് കൗൺസിൽ? ഈ രണ്ടിന്റെയും ഒറ്റ വാചകത്തിൽ അദ്ദേഹം പിന്നെ നിശബ്ദനായി. രണ്ടിന്റെയും അടിസ്ഥാന പ്രമാണങ്ങളിൽ പറയുന്നുണ്ട്, അല്ലെ ബൈലോയിൽ പറയുന്നുണ്ട്, ഇത് പാരിഷ് കൗൺസിൽ ആണെങ്കിലും പാസ്റ്ററൽ കൗൺസിൽ ആണെങ്കിലും ഉപദേശക സമിതിയാണ്. ആരെ ഉപദേശിക്കാൻ? വൈദിക, ഒരു ഇടവക വികാരിയെയും മെത്രാനെയും ഉപദേശിക്കാം. ഉപദേശം ഗുണമല്ലെന്ന് കണ്ടാൽ എന്ത് ചെയ്യാം? ഉപദേശക സമിതിയെ പിരിച്ചുവിടാം. എന്നാൽ എന്ന് വെച്ചാൽ വൈദികന് അല്ലെങ്കിൽ മെത്രാന് ഒത്താശ പറഞ്ഞു നിൽക്കുന്ന ഒരു സമിതി എന്ന് മാത്രമേ ഇതിനർത്ഥമുള്ളൂ. അതിന് നിയമത്തിന്റെ ഒരു പരിവേഷം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെതായ ഒരു നിയമ രൂപീകരണം ഉണ്ടാവണം. അതാണ് ചർച്ച് ആക്ട് എന്ന് പറയുന്നത്. അവിടെയാണ് വ്യത്യാസം. ഉപദേശക സമിതിയല്ല, കൃത്യമായ സർക്കാർ പാസാക്കിയ നിയമത്തിന്റെ പിൻബലത്തിലുള്ള സമിതി. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഇപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ പാസ്റ്റർ കൗൺസിൽ, ഞാനും പാസ്റ്റർ കൗൺസിലൊക്കെ അംഗമായിരുന്ന ആളാണ്. പാസ്റ്റർ കൗൺസിലിൽ ഇരുന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ മിണ്ടാതിരിക്കാൻ പറയും, കൂടുതലും ഇന്ത്യയിൽ ഇറങ്ങിപ്പോകാൻ പറയും. അല്ലെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വെല്ലുവിളിക്കാൻ പറ്റുമോ? ഒരാൾക്കും സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനമല്ല വേണ്ടത്. പങ്കാളിത്തം ഉണ്ടാവണമെങ്കിൽ നമുക്ക് തുല്യ പങ്കാളിത്തം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടണം. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതുണ്ടാക്കാൻ വേണ്ടിയാണ് ചർച്ച് ആക്ട് 2009-ലാണെങ്കിലും 2021-ലാണെങ്കിലും നിർബന്ധിതമായ രീതിയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. അതങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അത് ഒരു കാര്യം അതാണെങ്കിൽ, പിന്നെ എറണാകുളം അതിരൂപതയിൽ സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാതിരിക്കാൻ എനിക്കാവില്ലെന്ന് തോന്നുന്നു. നിങ്ങളതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നൊന്നും എനിക്ക് വിഷയമല്ലെന്ന് തന്നെ ഞാൻ പറയും. നിങ്ങൾ എന്നോട് നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്താം. ഈ രൂപതയിലാണ് 100 കണക്കിന് രൂപയുടെ ഭൂമിയുടെ ഒരു വിൽപ്പന നടന്നത്. 113 കോടി രൂപ, 113 കോടി രൂപയുടെ ഭൂമി ആ 100 വെട്ടി കേവലം 13 കോടിക്ക് വിറ്റത്. സഭയുടെ സമ്പത്താണ് ഇല്ലാതെയാവുന്നത്. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞു പറയുന്നു. ബിഷപ്പ് ഫ്രാങ്കോനെ അറിയാത്ത ഒരു കുഞ്ഞു പോലും ഈ രാജ്യത്തുണ്ടാവില്ല. അത്രയും പ്രഖ്യാതനായ വ്യക്തിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് അത്തരം ലൈംഗിക അരാജകത്വത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുന്നു? തങ്ങൾക്ക് തോന്നുന്ന പോലെ ഭൂമി വിൽക്കാനും സഭയുടെ സമ്പത്ത് ആർക്കെങ്കിലും ഇഷ്ടദാനം കൊടുക്കാനും കന്യാസ്ത്രീമാരെ പീഡിപ്പിക്കാനും വ്യാപകമായി പ്രശ്നങ്ങൾ മറ്റു പലതും ഉണ്ടാക്കാനും ഒക്കെ ഇവർക്ക് എന്താണ് ധൈര്യം കൊടുക്കുന്നത്? ഒരു വാചകത്തിൽ അതിന്റെ
മറുപടി പറയാം. അളവില്ലാത്ത സമ്പത്തും പരിധികളില്ലാത്ത അധികാരവും, എന്നെ ചോദ്യം ചെയ്യാനായി ഒരാളുമില്ല എന്നുള്ള ഒരു അധികാരത്തിന്റെ ഉച്ചസ്ഥായിയായ അവസ്ഥ, എന്തു വന്നാലും നേരിടാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള അഹങ്കാരം, ഇതെവിടെയുണ്ടോ? ഇവിടെ മാത്രമല്ല, അതെവിടെയുണ്ടോ? രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എവിടെയുണ്ടോ അവിടെയൊക്കെ ദുഷിച്ചിട്ടുണ്ട്. അവിടെ മനുഷ്യൻ ദുഷിച്ചിട്ടുണ്ട്, ആ വ്യക്തികൾ ദുഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അളവില്ലാത്ത സമ്പത്തും പരിധികളില്ലാത്ത അധികാരവും ഒരാൾക്കും കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. രാഷ്ട്രീയത്തിൽ ഭരണത്തിലെത്തുമ്പോൾ അതൊരു പരിധിവരെ കിട്ടുന്നുണ്ടെങ്കിലും 5 കൊല്ലത്തിലൊരിക്കലെങ്കിലും നമുക്ക് അവരെ ചൂണ്ടുവിരലിൽ നിർത്താൻ കഴിയും. നമ്മുടെ ചൂണ്ടുവിരലിന്റെ മുമ്പിൽ വന്ന് അവർക്ക് മറുപടി പറയേണ്ടി വരും. പക്ഷെ കത്തോലിക്ക സഭയിലായാലും മുഴുവൻ ക്രൈസ്തവ സഭയിലായാലും ഒരു മെത്രാനെ തിരഞ്ഞെടുത്താൽ മരിച്ചു കഴിഞ്ഞാലും മെത്രാനാണ്. അതാണ് അവസ്ഥ. ഒരു അൾട്ടിമേറ്റ് പവറാണ്. ഫ്രാങ്കോയെ രൂപതാ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടപ്പോൾ ഇവിടുത്തെ മുഴുവൻ കത്തോലിക്ക മെത്രാന്മാരും കൂടി ചേർന്ന് CBCI പോപ്പിനൊരു നിവേദനം കൊടുത്തിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ പിരിച്ചുവിടരുത്. രാജി എഴുതി മേടിച്ചതാണെന്ന് നമുക്കറിയാമല്ലോ. പക്ഷെ അതിന് കാരണം വേറെ ആക്കണം. എന്തെങ്കിലും ഒരു മുട്ടായുക്തി പറഞ്ഞിട്ട് അതിന് അദ്ദേഹത്തെ റിട്ടയർഡ് ബിഷപ്പ് ആക്കണമെന്ന് പറഞ്ഞു. റിട്ടയർഡ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ രൂപതയുടെ ഭരണമൊഴികെ ഒരു ബിഷപ്പിനുള്ള എല്ലാ അധികാരങ്ങളോടും കൂടിയാണ്. അയാൾ ഇന്നും ഈ കേരളക്കരയിൽ വിലസി നടക്കുന്നുണ്ട്. ആ പാവപ്പെട്ട 5 കന്യാസ്ത്രീമാർക്ക് പേടി സ്വപ്നമായി, 5 അല്ല 6 പേര് ആ കേസിൽ ഒന്നാം സാക്ഷിയായി നിൽക്കുന്ന ലിസി വടക്കേല്, 76 78 മറ്റോ വയസ്സുള്ള ലിസി വടക്കേൽ ഉൾപ്പെടെ ഇയാളുടെ ഭീഷണിയിൽ ഭയപ്പെട്ട് ജീവിക്കാൻ ഉറപ്പില്ലാതെ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഉറപ്പില്ലാതെ 2 കെട്ടിടങ്ങളിലായി പോലീസുകാരുടെ സംരക്ഷണയിൽ നിൽക്കുന്നു. എന്താണ് ഇവർക്ക് ഇതിന് ധൈര്യം കൊടുക്കുന്നത്? അവിടെ വീണ്ടും ഞാൻ പറയുന്നു, പരിധികളില്ലാത്ത അധികാരവും അളവില്ലാത്ത സമ്പത്തും. ഫ്രാങ്കോയുടെ പ്രധാന ബലം സമ്പത്തായിരുന്നു. സമ്പത്തിന്റെ കഥകൾ പറഞ്ഞ വേറെ പലതും പറയേണ്ടി വരും. ഞാൻ അതിലേക്ക് പറയുന്നില്ല. കാരണം ഇവിടുത്തെ പല മെത്രാന്മാരുടെയും കഥകളും കൂടി ചേർത്ത് എനിക്ക് പറയേണ്ടി വരും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ അതിലേക്കൊന്നും കടക്കാതെ തന്നെ പറയുന്നു, ഇത് രണ്ടും ഇല്ലാതാക്കാനായിട്ട് കൃത്യമായൊരു നിയമം വേണം. ആ നിയമത്തിനാണ് ചർച്ച് ആക്ട് എന്ന് പറയുന്നത്. പക്ഷെ ഇത് നടപ്പാകുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. തുറന്നു പറയുകയാണ്, എന്റെ മുഴുവൻ പ്രതീക്ഷയും അസ്തമിച്ചു. സഭയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇന്റർഫിയറൻസ് ഉണ്ടാകുമെന്ന് തോന്നിയാൽ പൗരോഹിത്യം ക്ഷമിക്കില്ല, സഹിക്കില്ല. അത് നിങ്ങളുടെ കൂടെ നടക്കുന്ന അച്ഛന്മാരാണെങ്കിലും എനിക്ക് അനുഭവമുണ്ട്. ഞാൻ സഭയുമായി ഏറ്റുമുട്ടിയത്, പരസ്യമായി വെല്ലുവിളിച്ച് പുറത്തിറങ്ങിയത് 2005-ലാണ്. 2005 അത് കഴിഞ്ഞ് 2006 ഓഗസ്റ്റ് 14-ാം തീയതി എറണാകുളം ടൗൺ ഹാളിൽ ഞാനൊരു സമ്മേളനം നടത്തി. സഭയുടെ ഈ ദുഷിച്ച നിലപാടുകളെ വെല്ലുവിളിച്ചുകൊണ്ട്. അന്ന് ഞാൻ വരാപ്പുഴ അതിരൂപതക്കാരനാണ്. വരാപ്പുഴ അതിരൂപതയിലെ ഭൂരിപക്ഷം വൈദികരും എനിക്കൊപ്പമായിരുന്നു, എന്നെ പിന്തുണച്ചിരുന്നു. അന്ന് അവിടെ ആളുകളെ സപ്ലൈ ചെയ്തു. അവര് ആ ടൗൺ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ റോഡിൽ ഉൾപ്പെടെ ആളായിരുന്നു. ഒരു സമ്മേളനത്തിനും അവിടെ അങ്ങനെയൊന്നും ആൾ കൂടിയിട്ടില്ല. റോഡിൽ ഉൾപ്പെടെ ആളായിരുന്നു. ഏതാണ്ട് 3000-ഓളം ആളുകൾ പങ്കെടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് ഞാൻ എൻ്റെ പ്രഖ്യാപനം നടത്തി. സഭയുടെ അന്നാണ് വാസ്തവത്തിൽ പരസ്യമായൊരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. സഭയുടെ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത്
അൽമായ പൗരോഹിത്യമല്ല. ഈ ബാനറിന്റെ അടിയിലെ വാചകം ആത്മീയ നേതൃത്വം മാത്രം പുരോഹിതർ കൈകാര്യം ചെയ്യാൻ മതി. സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്നത് അൽമായരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണമെന്ന് പ്രഖ്യാപിച്ചു. അന്ന് എന്നോട് ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരൊറ്റ വൈദികൻ, ഇന്ന് റിട്ടയർ ഓർമ്മന് 82 വയസ്സുള്ള റൈമണ്ട് പള്ളൻ, അന്ന് അദ്ദേഹം എനിക്കന്ന് ഇവിടെ ഒരു ചെറിയ സ്ഥാപനം നടത്താൻ അവിടെ വന്ന് പറഞ്ഞു, ഫെലിക്സ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമാണ് ആ പ്രഖ്യാപനമെന്ന്. എന്താണ് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ഫെലിക്സിന് വലിയ വൈദികരോട് ഉൾപ്പെടെ പിന്തുണ ഉണ്ടായില്ലേ, ഇനി നോക്കിക്കോ, അവരുടെ പോക്കറ്റ് അടിക്കാനാണ് ഫെലിക്സ് നോക്കിയത്. അതുകൊണ്ട് ഇനി അവരുടെ ആരുടെയും പിന്തുണ കിട്ടില്ല. അന്ന് 3000 പേരെന്നെ പിന്തുണച്ചുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 100 പേരെ കിട്ടാൻ ഞാൻ കഷ്ടപ്പെടുകയാണ്. അതിന്റെ പിന്നാമ്പുറമായാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ തുടങ്ങുന്നത്. അന്ന് ഞാൻ ലാറ്റിൻ കാത്തലിക് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷമാണ് അന്ന് മൂലച്ചാലിനെ പോലെയുള്ള നിരവധി ആളുകൾ വന്ന് ബന്ധപ്പെട്ടപ്പോൾ ഒരു പൊതുവേദി ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആ പൊതുവേദിയാണ് ജോയിന്റ് ക്രിസ്ത്യൻ കൗൺസിൽ. പക്ഷെ ആർക്കും ചെയ്യാവുന്നതിന് പരിമിതികളുണ്ട്. ഇനി ഈ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഞാൻ കാണുന്നുള്ളൂ. ഓരോ ഇടവകയിലും ഈ ചർച്ചാക്കിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞേക്കാം, ഓരോ ഇടവകയിലും ഇന്ന് ഇവർ പറയുന്ന പാരിഷ് കൗൺസിൽ പോലെ തന്നെ നിയമപരമായ നിലനിൽപ്പോടുകൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സമിതി. ആ സമിതിയായിരിക്കും ആ ഇടവകയിലെ മൊത്തം സാമ്പത്തിക ക്രമീകരണങ്ങളും നിയന്ത്രിക്കുന്നത്. അതിൽ വൈദികനും ഒരംഗമായിരിക്കും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്, പൊതുവേദിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഭരണം നിയന്ത്രിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തെ ഘട്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം രൂപതാ തലമാണ്. രൂപതാ തലത്തിൽ ഈ ഇടവക തലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു 6, 7 അല്ലെങ്കിൽ 8, 9 പേരുണ്ടെങ്കിൽ ആ ആളുകളിൽ നിന്നും രൂപതയിലേക്ക് പൊതുവേദിയായി വരികയും അവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി ഭരണസമിതിയായി നിലനിൽക്കുകയും ചെയ്യും. മെത്രാൻ ഒരു പ്രത്യേക പ്രിവിലേജ് കൊടുക്കുന്നുണ്ട്. മെത്രാൻ അതിന്റെ ചെയർമാനായിരിക്കും. ഇതിന് സമാനമായി ജില്ലാ സമിതികളുണ്ട്. അതാണ് രണ്ടാമത്തെ തലം. മൂന്നാമത്തെ തലം സംസ്ഥാന തലത്തിലാണ്. കേരളത്തിലെ അത് ഓരോ കത്തോലിക്ക സഭയ്ക്കും പ്രത്യേകമുണ്ട്. ഇപ്പൊ സീറോ മലബാർ ആണെങ്കിലും, റോമൻ കാത്തലിക് ലാറ്റിൻ ആണെങ്കിലും, സീറോ മലങ്കരയാണെങ്കിലും അവർക്ക് വെവ്വേറെ രൂപതാ സമിതികളും സംസ്ഥാന സമിതികളും ഉണ്ടാവും. ഇതിന്റെ എല്ലാം മുകളിലെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, ഒരു ട്രിബ്യൂണൽ ഉണ്ടാവും. ഈ ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന്റെ സെക്രട്ടറിയുടെ പദവിയിലുള്ള ഒരാള്, ആ പദവിയിൽപ്പെട്ട ഒരാള് ആയിരിക്കും അതിന്റെ ഔദ്യോഗിക ചെയർമാനായി വരിക. ആ ട്രിബ്യൂണലില് ഈ ഇടവക തലത്തിലാണെങ്കിലും രൂപത തലത്തിലാണെങ്കിലും മറ്റേത് തലത്തിലാണെങ്കിലും എന്തെങ്കിലും കുഴപ്പങ്ങൾ മിക്കവാറും ഇടവകകളിൽ അവസാനം ആളുകൾ പറയും, അച്ഛൻ മതി ചെയർമാൻ, സംശയമുണ്ടോ? ഇപ്പത്തെ ഫാമിലി യൂണിറ്റുകൾ നിങ്ങൾ കാണാറില്ലേ? ഭൂരിഭാഗം സ്ത്രീകളും പങ്കെടുത്ത് അതിൽ വൈദികൻ എന്ന് പറഞ്ഞാലും കൈയടിക്കാനായിട്ട് കുറെ ആളുകളുണ്ടാവും. അപ്പൊ സ്വാഭാവികമായും വൈദികൻ തന്നെയായിരിക്കും ഇടവകയിൽ ചെയർമാനായി വരിക. അപ്പോൾ ഈ വൈദികൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ കമ്മിറ്റി അംഗങ്ങൾക്ക് മാത്രമല്ല സാധാരണ ഒരു അംഗത്തിനും ഈ ട്രിബ്യൂണലിന് പരാതി കൊടുക്കാൻ സാധിക്കും. അതുകൂടാതെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഓരോ ഘടകവും ഇടവക, രൂപത, ജില്ല, സംസ്ഥാന ഘടകങ്ങളെല്ലാം കൃത്യമായി ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരെ വെച്ച്, വെറുതെ ഇന്റേണൽ ഓഡിറ്റ് അല്ല, നമ്മുടെ 10 പേര് കൂടി ഒരു സമിതി ഉണ്ടാക്കി അതിൽ തോമാച്ചൻ ഓഡിറ്റർ ആയിക്കോ എന്ന് പറയുന്ന പരിപാടിയല്ല. ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ച് ഇതെല്ലാ കണക്കുകളും ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സുതാര്യത
ഉണ്ടായി, സുതാര്യതയുണ്ടായി. ചാർട്ടേഡ് അക്കൗണ്ടന്റ് കണക്കുകൾ ഓരോ ഘടകങ്ങളിലെയും സമിതി ചർച്ച ചെയ്ത് പാസ്സാക്കണം. ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഓരോ സമിതിയുടെയും പൊതുയോഗങ്ങളിൽ പ്രസന്റ് ചെയ്യണം. അതേ പറ്റുള്ളൂ. എല്ലാവരെയും വെച്ചുകൊണ്ട് ഒരു ഇടവകയിൽ 2000 പേരുണ്ട്, 2000 പേര് എഴുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ 2000 പേരുടെ മുമ്പിൽ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കണം. ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചിട്ട് അതിലെന്തെങ്കിലും പാകപ്പിഴ തോന്നിയാൽ, ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അറിയാലോ, ഓഡിറ്ററുടെ ഒരു ഞാൻ ഒപ്പിട്ടു എന്ന് പറയുന്നതല്ല, അതിന്റെ ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതിലെന്തെങ്കിലും അപാകത ഒരു ഇടവക അംഗത്തിന് തോന്നിയാൽ, 18 വയസ്സ് പ്രായപൂർത്തിയായ ആർക്ക് തോന്നിയാലും അതിനെതിരെ പരാതി കൊടുക്കാം. ആ പരാതി നിയമപരമായി കൈകാര്യം ചെയ്യപ്പെടും. അത് കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ജഡ്ജിന്റെ പദവിയിലുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ചർച്ച് ആക്ട് വന്നാൽ നടപ്പിലാവുക. വത്തിക്കാൻ കൗൺസിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നിയമത്തിന്റെ പരിരക്ഷയില്ലാതെ കാനോൻ നിയമത്തിന്റെ ബലത്തിൽ നടപ്പാക്കണമെന്ന് പറഞ്ഞപ്പോൾ, അത് നടക്കാതെ വന്നപ്പോൾ, അത് നടത്തില്ല എന്ന പൗരോഹിത്യം വാശി പിടിച്ചപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് ഉണ്ടാവേണ്ടതുണ്ടെന്ന് കേരളത്തിലെ ചിന്തിക്കുന്ന ക്രൈസ്തവർ ആലോചിക്കുകയും അതിന്റെ പരിണിത ഫലമായാണ് ഇതുണ്ടായത്. ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു കാര്യമുണ്ട്. പിണറായി വിജയനും ഇത് നടപ്പാക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എനിക്ക് അല്പം പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തിൽ മാത്രമായിരുന്നു. സത്യം. കാരണം അങ്ങനത്തെ ഒരു നിലപാട് അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ രാഷ്ട്രീയം പറയുന്നതായിരിക്കരുത്, ഇടതുപക്ഷമല്ല കേരളം ഭരിക്കുന്നതെന്ന് ഞാൻ പറയും. വലതുപക്ഷമാണ്, വെറും വലതുപക്ഷമല്ല, തീവ്ര വലതുപക്ഷമായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള നടപടികൾ മതങ്ങളെ ഒട്ടിനിന്നല്ലാതെ, മതത്തിന്റെ തലപ്പത്തുള്ളവരെ ഒട്ടിനിന്നല്ലാത്തൊരു നിലപാടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിത് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഇടവകകളിൽ ഈ പാസ്റ്റർ കൗൺസിലാണെങ്കിലും അതുപോലെ പാരിഷ് കൗൺസിലാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെടുന്നത് നിശ്ചിതമായ ചർച്ച് ആക്ടിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച്, എന്ന് വെച്ച് നിയമപരിരക്ഷ ഉണ്ടാവില്ല, മാനദണ്ഡങ്ങൾ അനുസരിച്ച് വേണമെന്ന് നിർബന്ധം പിടിക്കാൻ ഇടവക ജനങ്ങൾ തയ്യാറാവണം. അതിന്റെ തുടർച്ച കേന്ദ്രത്തിലേക്ക് വരണം. അതിങ്ങനെ ഉണ്ടാവുകയും ഓരോ പ്രശ്നങ്ങൾക്കെതിരെയും വിരലുയർത്താനുള്ള കുറച്ചു പേര്, നേതാക്കന്മാർ മാത്രം മതി, കുറച്ചു പേരുണ്ടാവുകയും അവരുടെ ചൂണ്ടുവിരൽ മുഴുവൻ ജനങ്ങളിലേക്കും വ്യാപരിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്താൽ സത്യം കേട്ടാൽ മനസ്സിലാകുന്നവരാണ് സാധാരണക്കാർ. വെറും അടിമക്കുഞ്ഞാടുകളെന്ന് വിളിക്കുന്നവർ കുറവാണ്. പക്ഷെ ബഹുഭൂരിപക്ഷവും ചെയ്യുന്നത് എന്താണ്? ഇതൊന്നും എന്റെ വിഷയമല്ല, എനിക്ക് ജീവിച്ചു പോയാൽ പോലെ, എനിക്ക് പള്ളി പോകണം, കുർബാന കാണാൻ കഴിയും, അതെങ്ങോട്ട് തിരിഞ്ഞു എന്നാൽ എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ തെരുവിലിറങ്ങുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഞാൻ അതിലൊക്കെ ചില വ്യത്യാസമായ അഭിപ്രായമുള്ള ആളാണ്. അപ്പൊ അതുപോലുള്ള നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മ ഇടവകയിൽ ഡെവലപ്പ് ചെയ്തു വരികയും ആ കൂട്ടായ്മ വ്യാപകമായി ആശയപ്രചരണം നടത്താൻ സാധിച്ചാൽ, ഉട്ടോപ്യനാണ് ചിന്താഗതി എന്ന് പറയരുത്, എന്തും നടക്കാവുന്ന മണ്ണാണിത്. ഏതു മാറ്റവും ഉണ്ടാകാനായിട്ട് നല്ല വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് കേരളം. നന്മയുടെ പൂത്തുലയും. നമുക്ക് ധാർമ്മികത നിലനിർത്താൻ സാധിക്കും. അതിനായുള്ള പരിശ്രമങ്ങളിലേക്ക് നിങ്ങളെല്ലാവരും ഒന്നായി നിന്ന്, എണ്ണം കുറവാണെന്ന് കരുതി ആരും പ്രയാസപ്പെടണ്ട. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, യേശു ഒറ്റക്കായിരുന്നു. നിങ്ങളെല്ലാവരും ഒരു യേശുവാണെന്ന് കരുതിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ നാഡീസ്പന്ദനമായി മാറാവുന്ന രീതിയിൽ ഇറങ്ങി പുറപ്പെടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി യേശുവിന്റെ നാമത്തിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ച പോലെ ഒരു കുർബാന, സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ഈ എറണാകുളം പട്ടണത്തിൽ തന്നെ ഒരു വലിയ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. വാസ്തവത്തിൽ കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ
ഈ നമ്മളിരിക്കുന്ന ഈ ഹാള് പടിയറ ഹാൾ. ഈ ആന്റണി പടിയറ തിരുമേനി നമുക്ക് എന്നെ പോലെ പ്രായമുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ്. വളരെ സൗമ്യനായ കർദിനാളിന്റെ പദവികൾ ഏറ്റവും അമൂല്യമായി കൊണ്ടു നടന്ന, നമുക്കറിയാവുന്ന, നമ്മുടെ പ്രായമുള്ളവർക്ക് അറിയാവുന്ന ഒരു തിരുമേനിയാണ്. അതിനുശേഷം വന്ന വിധേയത്തിൽ തിരുമേനിയായാലും എല്ലാവർക്കും നമുക്ക് കൈമുത്താൻ തോന്നുന്ന മുഖ സൗന്ദര്യം അല്ലെങ്കിൽ പ്രഭാവമുള്ള ആളുകളുണ്ട്. അപ്പൊ ഇവര് പൊക്കിക്കൊണ്ട് നടക്കുന്ന പാറേക്കെട്ടിൽ തിരുമേനിയായാലും അത്രമാത്രം കഴിവുകളുള്ള ആളുകളായിരുന്നു. അപ്പോൾ കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ജീവിതം ഏറ്റവും സമുന്നതമായ രീതിയിൽ, ഏറ്റവും ഉന്നതമായ രീതിയിൽ പോകുന്നതിന് പകരം ഈ രീതിയിൽ അധപ്പതിച്ചതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കുമ്പോൾ 4 വർഷം ഈ സംഘടന ഇപ്പോ ഇവിടെ വൺ ചർച്ച് വൺ കുർബാന എന്ന സംഭവം രൂപീകരിച്ച് അവർ നടത്തുന്ന ഈ സംഭവം പോലെ കാത്തലിക് നസ്രാണി അസോസിയേഷനും ഇത്രമാത്രം കുർബാനയെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ്. സഭയുടെ സിനഡ് തീരുമാനിച്ച, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാനയെ സ്നേഹിക്കുന്ന ആളുകൾ തന്നെയാണ് ചെയർമാനും എല്ലാവരും. അതിൽ സംശയമുള്ള ഒത്തിരി ആളുകൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അവർ പേടിക്കുന്നത് എന്താണ്? അവർ ഈ അധികാരം വേണമെന്ന് പറയുന്ന കുറെ അച്ഛന്മാർ, അത് കുർബാന വേണമെന്ന് പറയുന്നതായാലും മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന ആളുകളായാലും അവരുടെ അധികാരം പോകുമെന്ന് കണ്ടപ്പോൾ, ഇപ്പൊ മാണിപ്പറമ്പിലച്ഛനെ 2 ആഴ്ച മുമ്പ് വരെ ഞാൻ ബഹുമാനിച്ച് സ്നേഹിച്ചിരിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഇപ്പോ കുറുക്കൻ കൂവി എന്ന് പറയുന്ന പോലെ ഞങ്ങൾ എളിയ 2-3 ഇത്രയും പേരുള്ളൂ ഞങ്ങൾക്ക്. ഇപ്പോ ഈ സാറ് പറഞ്ഞ പോലെ, പുല്ലുവാൻ സാറ് പറഞ്ഞ പോലെ, കർത്താവിനെ പോലെ 12 സ്ത്രീകന്മാരെ വെച്ച് ഇത്രമാത്രം 130 കോടി ജനങ്ങൾ കത്തോലിക്ക സഭയ്ക്കുണ്ടെങ്കിൽ ക്രിസ്തീയ സഭയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ തക്ക വിധം അത് വളർന്നെങ്കിൽ CNN എന്ന സംഘടന അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ കുർബാന ഇവിടെ നടക്കാത്തതിന്റെ പ്രധാന കാരണം ഞങ്ങൾ കണ്ടെടുത്ത്, അതിന്റെ മൂല കാരണം കണ്ടെടുത്ത് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് ചെറിയ ഒരു തുടക്കം വിട്ട് ഈ പടിയറ ഹാൾ എന്ന് പറയുന്ന കലൂർ റിന്യൂവൽ സെന്റർ എന്ന് പറയുന്ന സഭയുടെ സ്വന്തം സ്ഥാപനത്തിൽ ഞങ്ങൾ തുടക്കമിട്ടിരിക്കുന്നത് വളരെ അതിശയകരമായ കാര്യമാണ്. അത് ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. പക്ഷെ ഇതിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ശരിയാക്കാൻ തക്കവിധം ഒരു തിരുത്തൽ ശക്തിയായി കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ഭാരവാഹികൾ തുടക്കമിട്ട ഈ കാര്യം ഇവിടെ ഒരു വളരെ വലിയ കാര്യമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുന്നു.